സൗദി അറേബ്യയിൽ ഒരു മാർബിൾ വില്ലേജ് ഉണ്ട്. കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കിയ ഒരു കലാസൃഷ്ടി. 4 നൂറ്റാണ്ട് മുൻപ് സരാവത്ത് പർവ്വതനിരകളിൽ ഉണ്ടാക്കിയ ആ വിസ്മയ കാഴ്ചകൾ കാണാം. വെളുത്ത കല്ലുകൾ ചേലിൽ ചെത്തിമിനുക്കി അടുക്കി വെച്ച അത്ഭുതങ്ങൾ, തട്ടുതട്ടുകളായി മുകളിലേക്ക്. കാറ്റുപിടിച്ചാലും കുലുങ്ങാത്ത കരുത്തിന്റെ കൽപ്പടവുകൾ. സിമന്റും മണലും കമ്പിയുമില്ല. പല വലുപ്പത്തിൽ കല്ലുകൾ കോർത്തിണക്കി ഒരുക്കിയ ഈ മാർബിൾ കൊട്ടാരങ്ങൾ നിർമ്മിച്ചത് 4 നൂറ്റാണ്ട് മുൻപാണ്. തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ സരാവത്ത് പർവ്വതനിരകളിലെ ചെറുപട്ടണം അൽബഹ. റഖ്ദാൻ, അൽസറൈബ്, ബൈദാൻ എന്നിവയുൾപ്പെടെയുള്ള മലമ്പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട അൽബഹ ഗവർണറേറ്റിലെ ഏറ്റവും മനോഹരമായ ഇടമാണ് ഇത്. വിനോദസഞ്ചാരികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പ്രദേശം. 400 വർഷം മുൻപ് നിർമ്മിച്ച മാർബിൾ വില്ലേജ് ഓഫ് ദി ഐൻ തന്നെയാണ് ഈ പ്രദേശത്തെ നിത്യവിസ്മയം. വീതിയുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ ഉൾവശം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഈന്തപ്പന ഓലയുടെ ആ ഒരു പഴയ അടുക്കുകളായി വെച്ച് ചെറിയ നൂലുകൾ കൊണ്ട് കെട്ടി അത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാലപ്പഴക്കം വന്നിട്ടും ഇന്നും അതിനൊരു കേടുകൂടാതെ അത് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അത് നമുക്കവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം. ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അൽബഹ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാർബിൾ കൊട്ടാരത്തിലെത്താം. കുത്തനെയുള്ള മലവാരത്തിലൂടെ കയറിപ്പോകാൻ പ്രത്യേക പാതയുണ്ട്. ദൂരെ നിന്നു തന്നെ കാണാം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കൽക്കൊട്ടാരങ്ങൾ. പുറം കാഴ്ചയിലെ ഈ അത്ഭുതങ്ങളെക്കാൾ വിസ്മയിപ്പിക്കുന്നതാണ് ഉള്ളിലെ കാഴ്ചകൾ. 2 മുതൽ 7 നിലകൾ വരെയുണ്ട് കെട്ടിടങ്ങൾക്ക്. അതിൽ 7ഓളം നിലകൾ ആ മാർബിൾ കൊട്ടാരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വിവിധങ്ങളായ പല രൂപത്തിലുള്ള മുറികളും അതിൻ്റെയൊക്കെ ചുമരുകളും നിലങ്ങളും ഈ മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആഗോള തലത്തിൽ തന്നെ അൽബഹയിലെ വിദേശികളെ ആകർഷിക്കുമ്പോൾ ആദ്യമായി അവർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാർബിൾ കൊട്ടാരം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ പല പ്രതാപങ്ങളും പല സ്തൂപങ്ങളും പല സംവിധാനങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യ ആരെയും വിസ്മയിപ്പിക്കും. കൃത്യമായ അളവിലും രൂപത്തിലുമുള്ള കല്ലുകൾ വരി തെറ്റാതെ ചേർത്തുവെച്ചുള്ള നിർമ്മാണം. കെട്ടിടങ്ങൾ മാത്രമല്ല, നമ്മൾ കാണുകയും സ്പർശിക്കുകയും ചെയ്യുന്ന ഓരോന്നും കൽപ്പാളികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചവിട്ടുപാതകളും ഓരത്തെ മതിലുകളും പടികളുമെല്ലാം കൽപ്പാളികളുടേത് തന്നെ. കാലാവസ്ഥയും കൃഷിയുമാണ് അൽബഹയുടെ മറ്റൊരാകർഷണം. രാജ്യത്ത് ഏറ്റവുമധികം കാർഷിക വിളകളുള്ള മേഖലകളിൽ ഒന്നാണ് ഇത്. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി തണുപ്പും മഴയുമുള്ളപ്പോൾ നിറഞ്ഞൊഴുകും. ഒരു കാലത്ത് കാർഷിക വിളകളുടെയും അതേപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഒരു തായ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമെന്ന നിലക്ക് ഈ പ്രദേശത്ത് ഈ വില്ലേജ് കാണാനും 400 വർഷം മുമ്പ് നിർമ്മിച്ച ഈ വില്ലേജ് കാണാനും അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് വിദേശികൾ എത്താറുണ്ട്. ഇവിടെ കാർഷിക വിളകൾ ഒരുപാട് സുലഭമായി ലഭിക്കുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ തായ്വാരത്ത് ഇഷ്ടം പോലെ കൃഷികൾ ചെയ്യുന്നു. ഇപ്പോഴും സുലഭമായി ജലവും ഏത് കാലത്തും അനുഭവപ്പെടുന്ന ലഭ്യമാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. സുഖകരമായ കാലാവസ്ഥ ആസ്വദിക്കാനും കൃഷിയിടങ്ങൾ കാണാനുമായി നിരവധി സ്വദേശികളും വിദേശികളും അൽബഹയിൽ എത്താറുണ്ട്. പ്രാദേശിക കൗൺസിലുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും കേന്ദ്രം കൂടിയാണ് അൽബഹ. രാജ്യത്തെ പ്രധാന ഗോത്രങ്ങളായ ഗാംദി, സഹ്റാനി എന്നിവയുടെ തലസ്ഥാനമായും അൽബഹയെ കണക്കാക്കപ്പെടുന്നു. ഈ 2 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം താമസക്കാർ. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തായിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ, അതേപോലെ വാഴ, അതുപോലെ ഈന്തപ്പഴ, മറ്റ് ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ എല്ലാം ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണത്. വളരെ മനോഹരമായി തന്നെ നമുക്കത് കാണാനും അതുപോലെ ആസ്വദിക്കാനും, നമ്മളതിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു പോയി അന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ചിതറിത്തെറിച്ചു വീണ കല്ലുകൾ പോലെ ഇടിഞ്ഞും പൊളിഞ്ഞും വീഴാറായ കെട്ടിട ഭാഗങ്ങൾ ചിലയിടത്ത് കാണാം.
തനിമയും പെരുമയും ചോരാതെ കാലപ്പഴക്കത്താൽ അടർന്നു വീഴാതെ ഓരോന്നും കാത്തു സൂക്ഷിക്കുകയാണ് സൗദി അറേബ്യ. ഓരോരുത്തർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയാണ് സന്ദർശകരെ സ്വീകരിക്കുന്നത്. രാവിലെയോ വൈകുന്നേരമോ സന്ദർശനത്തിന് എത്തുന്നതാണ് കൂടുതൽ ഉചിതം. ഉച്ചസമയത്തെ കഠിനമായ ചൂട് അസഹ്യമാകും. മലമുകളിൽ നിന്നും നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഗ്രാമക്കാഴ്ചകൾ കാണാം. അതേപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയും പല സമയത്തും മഴ ഉണ്ടാവാറുണ്ടെങ്കിലും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ തണുത്ത കാലാവസ്ഥയും മറ്റുമൊക്കെയാണ്. ആ ഏരിയകളിൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവിടെയൊക്കെ മോടി പിടിപ്പിച്ച് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെക്കിങ്ങും പോലീസും സംവിധാനവും പാർക്കും എല്ലാം നിർമ്മിച്ച് കുട്ടികൾക്കും ഫാമിലികൾക്കും അവിടെ കളിക്കാനും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മാർബിൾ കൊട്ടാരത്തിൻ്റെ അടുത്ത്. ലോകത്തിലെ ഏറ്റവും രുചിയേറിയ തേൻ ലഭിക്കുന്ന നാടുകൂടിയാണ് അൽബഹ. മാധുര്യമേറിയ തേനും മനസ്സു നിറയ്ക്കുന്ന കാഴ്ചകളും നൽകുന്ന നാട്. സൗദി എത്ര സമ്പന്നമായ സാംസ്കാരിക ലോകമാണെന്ന് അൽബഹയിലെ യാത്ര നമ്മളോട് പറഞ്ഞു തരും.